എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് കട്ട്ലറ്റ്. കഴിക്കാൻ മാത്രമല്ല, ഉണ്ടാക്കി കൊടുത്താലും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന ഒരു സ്നാക്ക് കൂടി. ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നോക്കി ഒരുപാട് സ്റ്റെപ്സൊക്കെ കണ്ട് കൺഫ്യൂഷൻ അടിച്ച് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിന് ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന കാര്യം മറക്കണ്ട. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. 1 കിലോ ബീഫാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി ചെറിയ പീസസായിട്ട് മുറിച്ചതാണ്. എല്ലില്ലാത്ത, അധികം ഫാറ്റ് ഇല്ലാത്ത പീസ് വേണം എടുക്കാനായിട്ട്. ഞാനിവിടെ ഫാറ്റൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കിലോ ഇറച്ചിക്ക് നമ്മൾ 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ വലിയ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് പുഴുങ്ങി കൊണ്ടുവരാം. കട്ട്ലറ്റിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചാണല്ലോ ഉപയോഗിക്കുന്നത്. അതിനായിട്ടിത് കുക്കറിൽ നിന്ന് പുഴുങ്ങിയെടുക്കാം. കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലിനും മീഡിയം ലോ ഫ്ലെയിമിൽ 4 വിസിലിനുമാണ് ഞാനിവിടെ ഇത് കുക്ക് ചെയ്തെടുത്തത്. വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടിട്ടാണ് മൊത്തം 5 വിസിൽ വേണ്ടി വരുന്നത്. വിസിലടിച്ച് ആവി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നിന്നെടുത്ത് മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കട്ട്ലറ്റിൻ്റെ മസാലയ്ക്കായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് ചതച്ചെടുക്കണം. 1 ഇഞ്ച് വീതമുള്ള 2 ഇഞ്ചി കഷ്ണം, 6 പച്ചമുളക്, 7-8 കൊച്ചുള്ളി, 1 പിടി കറിവേപ്പില, ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചതച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ചോപ്പറിലിട്ടാണ് നമ്മളിവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇത് മാത്രമായിട്ടല്ല നമ്മൾ ക്രഷ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബീഫ് കട്ട്ലറ്റ് കഴിക്കുമ്പോൾ പെരിഞ്ജീരകവും കുരുമുളകും ഒക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടാറില്ലേ. അപ്പോൾ ഇതിത്രയും നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് 3 വലിയ സവാളയുള്ളി കൂടി മതി. ഇത് പിന്നീട് ചെയ്തു വെച്ചാലും മതി. ഞാനിപ്പോൾ എന്തായാലും ഇപ്പോഴേ ചെയ്ത് വെക്കുവാണ്. ഞാനിതിപ്പോൾ ചോപ്പറിലിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുവാണ്. ഇതിന് വരെ നിങ്ങൾക്ക് കൈകൊണ്ട് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ചോപ്പറിലിടുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ ഒന്ന് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ ബീഫ് കട്ട്ലറ്റ് വാങ്ങിക്കുമ്പം ഇങ്ങനെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞ് സവാളയുള്ളി കടിക്കാൻ കിട്ടാറില്ലേ. അത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി. ഒരുപാട് അങ്ങ് നീളം ആകരുത്. അപ്പോൾ മസാലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് ഓൾറെഡി കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബീഫും നമ്മൾ കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്തതാണെങ്കിൽ 1 ടീസ്പൂൺ, പൊടിയാണെന്നുണ്ടെങ്കിൽ 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം ചതച്ച് വെച്ച മസാലയിൽ നിന്നൊരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും കൊച്ചുള്ളിയും കറിവേപ്പിലയും പെരിഞ്ജീരകം കൂടി ചേർത്ത് ചതച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഓരോ ബീഫിൻ്റെയും വേവ് അനുസരിച്ച് വിസിലിൻ്റെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു 2 ടീസ്പൂൺ മാത്രം വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല. ഹൈ ഫ്ലെയിമിൽ 1 വിസിലിനും മീഡിയം ലോ ഫ്ലെയിമിൽ 4 മുതൽ 6 വിസിൽ വരെയാണ് നമുക്ക് വേണ്ടി വരിക. ഞാനിവിടെ 5 വിസിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് ഒരുപാട് നേരം വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം പിടിക്കും. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളമയം ആവശ്യമില്ല. തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പം എൻ്റെ ഇതിപ്പം ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഉടച്ചതിന് ശേഷം ഇത് തുറന്ന് തന്നെ വെക്കുവാണ്. കുറച്ചൊക്കെ ഒന്ന് ഈർപ്പം പോയി കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഉടച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്ന് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ വെള്ളം കാണും. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. കാരണം നമ്മൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് കുഴച്ചെടുക്കുമ്പോൾ അതിൽ വെള്ളമയം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിലേ പൊട്ടിപ്പോവാതെ കറക്റ്റ് ഷേപ്പിലൊക്കെ നമുക്ക് കട്ട്ലറ്റ് കിട്ടത്തുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തത്. വെള്ളം വറ്റിയതിന് ശേഷം ഒരു മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വരട്ടിയെടുക്കുക. തണുത്തതിന് ശേഷം നമുക്ക് ഇത് ബാച്ചായിട്ട് മിക്സിയിലോ ചോപ്പറിലോ ഇട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ കൈവച്ച് പിച്ചെടുത്താലും മതിയാകും, അല്ലെങ്കിൽ ഇടിച്ചെടുക്കാം ഇടികല്ലിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉടച്ചു വെച്ചു, ബീഫും ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാറ്റ് തയ്യാറാക്കാനായിട്ട് മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം ചതച്ച് വെച്ചത് ബാക്കിയിരിക്കുന്നത് അത്രയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാളയുള്ളി ചോപ്പ് ചെയ്ത് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണിന് കൂടുതലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ബീഫ് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. നല്ലപോലെ വഴണ്ട് ഒരു ബ്രൗൺ കളർ ആവുന്നതോടെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയുള്ളിയൊക്കെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വീട്ടിൽ പൊടിച്ച ബിരിയാണി മസാല 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. ഇതില്ലാന്ന് വെച്ചാൽ ഗരം മസാലയോ മീറ്റ് മസാലയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
സ്പൈസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ അധികം സ്പൈസി ആയിട്ടല്ല കട്ട്ലറ്റ് തയ്യാറാക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ബീഫ് മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആദ്യം ചേർത്ത് കൊടുത്ത് അതിൽ വെള്ളമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വഴറ്റി വെള്ളമയം എല്ലാം പോയതിന് ശേഷം മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓൾറെഡി നമ്മുടെ ബീഫിൽ തീരെ വെള്ളമില്ലായിരുന്നു. അത് മാത്രമല്ല കുറച്ച് നേരം അതിങ്ങനെ ഇരുന്ന് നല്ല ഉടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഉരുളക്കിഴങ്ങിലാണ് ഒരുപാട് വെള്ളമയം വന്നു പോയത്. അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ബീഫ് ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം വേണം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനായിട്ട്. രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരെ ഒന്ന് ഇളക്കി അതിൽ ഈർപ്പമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വറുക്കുമ്പോൾ കട്ട്ലറ്റ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ആവിയൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ഈ ഒരു പരുവത്തിൽ നമുക്കിത് കുഴച്ച് വെക്കാൻ പറ്റും. നല്ലപോലെ ഇത് തടുക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിത് ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഞാനിത് കുറച്ച് കനത്തിലാണിത് ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോഴാണ് കട്ട്ലറ്റ് കഴിക്കാനായിട്ടൊരു സുഖം. ഉരുള ഉരുട്ടിയിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിത് ഷേപ്പാക്കി എടുക്കാനായിട്ട്. ഫ്ലഫി ആയിട്ടല്ല, നല്ല കട്ടിയിൽ തന്നെ. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് വേണം നമ്മളിത് ഷേപ്പാക്കി എടുക്കാനായിട്ട്. കുറച്ച് കട്ടിയിൽ വേണം ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിത് മുക്കിപ്പൊരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 3 മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് 2 മുട്ട മുഴുവനായിട്ട് എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ബ്രെഡ് ക്രംസ് വേണം. കടയിൽ നിന്ന് വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതിയാകും. വെള്ള മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ പതയ്ക്കാതിരിക്കും. അതുപോലെ തന്നെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് നമുക്കിത് പൊതിഞ്ഞെടുക്കാം. കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊരിക്കുന്ന സമയത്ത് എണ്ണയിൽ ബ്രെഡ് ക്രംസ് ഇങ്ങനെ ഇളകി വീഴുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മുട്ടയിൽ മുക്കിയ കൈകൊണ്ട് ബ്രെഡ് ക്രംസിൽ തൊടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നീറ്റായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം നമ്മൾ കട്ട്ലറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മളൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഇത് ഓൾറെഡി കുക്കായ സാധനങ്ങളാണല്ലോ. അപ്പോൾ ജസ്റ്റ് കളർ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ കാസ്റ്റ് അയൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ചൂടായതിന് ശേഷം ലോയിലേക്ക് മാറ്റി കൊടുക്കാം. അതല്ല നിങ്ങൾ നോൺ സ്റ്റിക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റാണ്. ഫീഡ്ബാക്ക് പറയുന്ന കാര്യം മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.